എന്താ പോലീസ് ആവുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ്? പട്ടാളത്തിലാണല്ലോ തുടങ്ങിയത്, സിനിമയാണ് ഉദ്ദേശിച്ചത്. ഇവൻ പ്രശസ്തനാവും എന്ന് പറഞ്ഞപ്പോ വീട്ടുകാർ കള്ളനാവുന്നു. കാരണം കലാകാരൻ എന്നുള്ളൊരു സംഭവം വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ധർമ്മൻ ശരിക്കും ആൽബർട്ട്സ് ടൈമിലെ പരിചയമുണ്ടായിരുന്നു. അവൻ കോമ്പറ്റീഷൻ വന്നിട്ട് ഞാൻ എത്ര പ്രാവശ്യം തോന്നിച്ചിട്ടുണ്ട്. ഒരു വേദഗ്രന്ഥം പോലെയാണ് ആളുകളുടെ മനസ്സിൽ. അതിന്റെ മുകളിൽ ഇനി ഒരു സിനിമ ചെയ്താൽ മാത്രമേ ഇനി ആ പേര് മാറുള്ളൂ. അത്ര ഇറ്റുപടമൊന്നും ചെയ്യരുത്. അൻസിബയുടെ ക്യാരക്ടർ എങ്ങനെയാണ് ശരിക്കും ഇതിലേക്ക് വരുന്നത്? ഫ്രണ്ട്സുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ. ധ്യാനത്തിനൊന്നും പോകുന്നു. അതെ, ധ്യാനത്തിനൊന്നും പോകാൻ. പിന്നെ വേറൊരു വിഷയം, നമ്മൾ ഒരു പടത്തിൽ വന്ന് എങ്ങനെയെങ്കിലും ഹിറ്റായാൽ പിന്നെ നടനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ തന്നെ പാടാണ്. ആദ്യം GST ഓഫീസർ എന്ന് പറയരുത്. നീ ഒരു വേറെ കേസ് ചെയ്ത് പൈസ എല്ലാ അക്കൗണ്ടിൽ കൂടെ മതി. ഉറങ്ങാത്ത 3 വിഭാഗമാണ് അന്ന് ഉണ്ടായിരുന്നത്. ഒന്ന് വവ്വാലി, 2 മിമിക്രിക്കാർ, പിന്നെ 3 പോലീസുകാർ. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജയ്. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയണത്. ലെറ്റ് മീ വെൽക്കം ടിനി ചേട്ടൻ, അൻസിബ, അൻകിത ആൻഡ് സന്തോഷ് ചേട്ടൻ. 4 പേർക്കും വെൽക്കം. ചേട്ടാ, വീണ്ടും ഒരു പോലീസ് വേഷം. സോ പോലീസ് വേഷത്തിന്റെ ഒരു മെയിൻ എക്സൈറ്റ്മെന്റ് എന്താ? കാരണം ടിൻചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പക്ക ഒരു പോലീസ് ഫിഗർ എപ്പോഴും ഉള്ള ആളാണല്ലോ. പണ്ടോട്ട് നമ്മൾ കാണുമ്പോൾ ടിപ്പിക്കൽ ഒരു പണ്ടത്തെ ഒരു പോലീസുകാരൻ്റെ ഒരു ഫിഗർ രൂപഭാവമൊക്കെ ഉണ്ട്. എന്താ പോലീസ് ആവുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ്? പട്ടാളത്തിലാണല്ലോ തുടങ്ങിയത്, സിനിമയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിൽ തന്നെ സെലക്ട് ചെയ്യുന്നത് ഒരു പട്ടാളക്കാരന്റെ ലുക്ക് ഉണ്ടെന്ന് കണ്ടിട്ടാണ് അതിൽ സെലക്ട് ചെയ്തത്. പിന്നെ പോലീസ് വേഷം ചെറുത് അവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോമിനന്റ് ആയിട്ട് ചെയ്തത് ഈ പാപ്പൻ എന്ന് പറഞ്ഞ സിനിമയില. ജോഷി സാറ് പോലീസ് ആവണമെങ്കിൽ ഭയങ്കര ക്വാളിറ്റീസും സല്യൂട്ട് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ കാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് ശേഷം വരുന്നത് ഇതാണ്. ഇപ്പൊ ജോഷി സാറിന്റെ അടുത്തൊരു പടം വന്നപ്പോൾ ആന്റണി എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ വിചാരിച്ച് വീണ്ടും എനിക്ക് നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും, IPS-ലേക്കൊക്കെ ആയിരിക്കും. അത് മറ്റേ CI ആയിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ എന്താണ് റോളിൽ നിന്ന് നമ്മൾ ആദ്യം ചോദിക്കാറില്ല, ലൊക്കേഷനിലേക്ക് വരാനേ പറയുള്ളൂ. അപ്പോൾ അവിടെ വന്നപ്പോൾ എന്താ റോൾ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഫ്ലെക്സ് കൊണ്ടൊന്ന് വെച്ചേക്കണം, എൻ്റെ മുഖം വെച്ചിട്ട്, വടക്ക് സേവിയർ, കഞ്ചാവ് കേസിൽ പിടിച്ച പോലീസിന് അഭിനന്ദനങ്ങൾ. നേരെ ഓപ്പോസിറ്റുള്ള റോളായിരുന്നു. പക്ഷെ സന്തോഷമുണ്ടോ, കാരണം അത് നെഗറ്റീവായിട്ടും ചെയ്യാൻ പറ്റും, ജോജുവിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ. പിന്നെ എനിക്ക് IPS കിട്ടിയത് ഈ പടത്തിലാണ്, ഈ ജോർജ് സാറിന് ശേഷം. അപ്പോൾ അദ്ദേഹം കാസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമായിരിക്കുമല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് കഥയാണ് ഇതിന്റെ കേന്ദ്ര കഥാപാത്രം. ആരാണ് നായകനൊന്നും പറയാൻ പറ്റില്ല. ഒരു DYSPയുടെ കൊലപാതകം അതിനെ ചൊല്ലിയുള്ള കാര്യങ്ങളാണ്. അപ്പൊ പോലീസിന്റെ വേഷം ഇട്ട് എന്താണെന്നൊന്നും അല്ല, അത് ഇടുമ്പോൾ നമുക്ക് എന്തോ ഒരു പവർ കിട്ടിയതുപോലെ തോന്നും. പിന്നെ അവിടെ ഫ്രീഡം നഷ്ടപ്പെടും. എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ഇത് ഇങ്ങനെ ഫ്രീ ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല, എപ്പോഴും കറക്റ്റ് ആയിരിക്കണമല്ലോ. ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് സുരേഷ് ചേട്ടനോടൊക്കെ സംസാരിക്കുമോ? ഈ പോലീസ് വേഷം പുള്ളിയാണല്ലോ ഒരു ഐഡൽ, എങ്ങനെയാണെന്നൊക്കെ ടിപ്സ് ഒക്കെ ചോദിച്ചു പാപ്പൻ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നമ്മുടെ ഓർമ്മ വെച്ച കാലം പോലെ പോലീസിനെ കാണണല്ലേ. സിനിമയിൽ ഇവരൊക്കെ നമ്മുടെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, മമ്മൂക്കയും സുരേഷ് ചേട്ടൻ്റെ ഒക്കെ റോളുകൾ. കാരണം അത്ര പവർഫുൾ ആയിട്ടുള്ള. പിന്നെ നമ്മൾ ആദ്യം പ്രോഗ്രാമിന് പോകുമ്പോൾ രാത്രിയൊക്കെ പോലീസുകാരായിട്ടുള്ള ഇടപെടൽ. ഉറങ്ങാത്ത 3 വിഭാഗമാണ് അന്ന് ഉണ്ടായിരുന്നത്. ഒന്ന് വവ്വാലി, 2 മിമിക്രിക്കാർ, പിന്നെ 3 പോലീസുകാർ. രാത്രി കാലങ്ങളിൽ വളരെ വ്യത്യാസമുണ്ട് റോഡുകൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ പ്രോഗ്രാം അമ്പലപ്പറമ്പിൽ നിന്നൊക്കെ 2 മണി 3 മണിക്ക് വരുമ്പോൾ ഇവർ വഴിയിലുണ്ടാവും. അപ്പോൾ നമ്മളെ കൈകാട്ടി തീർന്നു. അപ്പോൾ ചിലപ്പോൾ ചോദ്യം ചെയ്യും. അന്നൊന്നും അറിയപ്പെടാത്ത സമയത്ത് വക്കുറ് കൂടെ ഉണ്ടെങ്കിൽ അതാണ് ID, അതെടുത്ത് കാണിക്കും. അപ്പൊ മനസ്സിലാവും. അപ്പൊ അങ്ങനെ അന്ന് പോലെ പോലീസായിട്ട്. പിന്നെ ഒരിക്കലും പൂട്ടാത്തൊരു ഓഫീസല്ലേ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ശബരിമല പൂട്ടാറുണ്ട്, എടപ്പള്ളി പള്ളി പൂട്ടും, വെള്ളാങ്കണ്ണി പൂട്ടും, അല്ലെ, മസ്ജിദ്. അതിൽ പോലീസായിരുന്നു, അത് ട്രാഫിക് പോലീസായിരുന്നു. അത് ദുരിതവും കഷ്ടപ്പാടായിരുന്നു. പക്ഷെ ഇത് നല്ലൊരു ലക്ഷറീസ് പോലീസായിരുന്നു. IPS ഒക്കെ അല്ല, പ്രൊമോഷൻ കിട്ടി. അപ്പോ പോലീസായിട്ട് അന്നേ ബന്ധമുണ്ട്. നമ്മള് വണ്ടിയിൽ ഇപ്പൊ ആലപ്പുഴയിൽ നിന്ന് ഒരു പ്രാവശ്യം കൈ കാണിച്ച് ചില പോലീസുകാർ നമ്മളെ വഴിയിൽ കൈ കാണിക്കുക. എന്താണെന്ന് വെച്ചാൽ എടപ്പള്ളി സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലത്തെ പോലീസല്ല, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രഷർ അനുഭവിക്കുന്നവരാണ്. ഈ അടുത്ത് ആലുവയില് നമ്മൾ വൈഭവ് സക്സേന സാറ്, SP സാറ്, റൂറൽ SP, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചു. ഞാൻ എന്താന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർക്ക് ഡിപ്രഷൻ ക്ലാസ് എടുക്കാനാണ്. ഞാൻ പറഞ്ഞു പോലീസുകാർക്ക് ഡിപ്രഷൻ?
അവരത്ര പ്രഷർ അല്ല അനുഭവിക്കുന്നുണ്ട്. അത് സത്യമാണ് കേട്ടോ. നമ്മൾ കേൾക്കുമ്പോ പെട്ടെന്ന് ചിരിച്ചാലും അവര് രാവിലെ മുതൽ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ അവരുടെ ഒരു മാനസികാവസ്ഥ. അതാണ് ഇപ്പൊ നമ്മൾ സിനിമയെ പോലും ആണെങ്കിലും നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിലൊരു ഡിവൈഎസ്പിയുടെ അന്വേഷണമാണ്, ഏത് റൂട്ടിൽ പോകണമെന്ന് അറിയില്ല. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത് തന്നെ ഏറ്റവും വലിയ ടോർച്ചറാണ്. കാരണം കാലത്ത് പോലും എത്ര ചൂട്. അപ്പൊ ഇവരെന്തുമാത്രം റോട്ടിൽ നിൽക്കുന്ന ഈ ട്രാഫിക് പോലീസൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് ഇടുമ്പോഴുള്ള ഫോട്ടോയിലും നല്ല രസമാണെങ്കിലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരു സിനിമയിലെ ആ ഒരു കറക്റ്റ് ഇത് കിട്ടാൻ വേണ്ടി. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ പബ്ലിക്കിന്റെ ഇത്രയും പ്രോബ്ലംസ് ഇവരിങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കുക രാവിലെ മുതൽ. ഡെയിലി ഇത് തന്നെയല്ലേ. ഇതിന്റെ ഇടയിൽ ഒരു വീട്ടിലെ നമുക്കുള്ള problem. പോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും ഉണ്ടല്ലോ. എല്ലാവരുടെ വീട്ടിലും ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇതും ഇതിന്റെ ഇടയിൽ സോൾവ് ചെയ്യണം. എന്തൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവരുടെ. ഈ പോലീസിൽ ഇപ്പം ആത്മഹത്യ കൂടെയാണ്. ശരിക്കും ആത്മഹത്യ കൂടണം. അത് ഈ പ്രഷറാണ്. നമ്മുടെ സിനിമയും അതുപോലൊരു കണ്ടീഷനിലാണ് പോകുന്നത്. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളൊരു അത്രയും പ്രഷറാണ് ഈ പോലീസുകാർക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സ്റ്റോറി പോകുന്നത് തന്നെ. ബേസിക്കലി ഒരു ത്രില്ലർ മൂവിയാണ്. എന്ത് ശരിക്കും ഇതിന്റെ ഒരു ഫസ്റ്റ് ഔട്ട്ലൈൻ കിട്ടുന്ന ശരിക്കും എവിടുന്ന? അല്ല, ഇത് മെയിനായിട്ട് കിട്ടുന്നത് നമുക്ക് ഈ പോലീസിന്റെ ആത്മഹത്യ ആയിട്ട് ബന്ധപ്പെട്ട് ഈ അതിന്റെ മുമ്പായിട്ട് ഈ വയനാടിൽ അവിടെ അങ്ങോട്ട് സ്വന്തം പോലീസ് ആത്മഹത്യ ചെയ്ത് വെടിയേച്ചു ആത്മഹത്യ ചെയ്തു. ആ ഒരു ത്രെഡ് വെച്ചാണ് പിന്നെ നമ്മൾ പോകുന്നത്. അപ്പൊ അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ? കാരണം പ്രഷറാണോ? പ്രഷറും ഉണ്ട്, അവർക്ക് ബാക്കി സമ്മർദ്ദം ഉണ്ടല്ലോ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് കേന്ദ്രീകരിച്ചാണ് നമ്മളെ കഥ പോകുന്നത്. അൻസിബയുടെ ക്യാരക്ടർ എങ്ങനെയാ ശരിക്കും ഇതിലേക്ക് വന്നെ? ഞാനൊരു IT പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് വേറെ പ്രഷറുള്ള ജോലി. പക്ഷെ എനിക്ക് പടത്തിലെ ക്യാരക്ടറിന് അത്രയും പ്രഷറുള്ള ഒരാളല്ല. ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. തൊടുപുഴയിൽ ധ്യാനത്തിനൊന്നും പോകുന്നില്ല. അതെ, ധ്യാനത്തിനൊന്നും പോകുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ എന്റെ പേഴ്സണൽ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് ഓപ്പോസിറ്റ് ക്യാരക്ടർ. ഞാൻ ഭയങ്കര വീട്ടിൽ തന്നെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ തന്നെ പുറത്തു പോവാണെന്ന് എവിടെ പോവാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഉണ്ടാവും കൂടെ. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ അങ്ങനെ ഫാമിലി ഓറിയന്റഡ് ആണ് ഞാൻ. ഫ്രണ്ട്സിന്റെ കൂടെ അധികം പുറത്തു പോകല് പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ +2 മുതലേ കല്യാണം കഴിക്കാൻ തുടങ്ങി. അവരൊക്കെ ഇത് മറ്റൊരു സത്യം. അതുകൊണ്ട് ആ സമയത്തും പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ അവര് ഫാമിലി ആയി താമസിക്കുന്നുണ്ട്. ഇപ്പൊ അതൊരു സാധ്യതയില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെ ഒക്കെ പോകണം. അപ്പോൾ എൻ്റെ മമ്മി എൻ്റെ അടുത്ത് ചോദിക്കും, അനിയത്തിയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പുറത്തേക്ക് പോകുമ്പോൾ നിനക്ക് ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയിക്കൂടെ? ഞാൻ പറഞ്ഞു, അന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകേണ്ട സമയത്ത് വേണ്ട വേണ്ട വേണ്ട, അന്ന് പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല. ഇപ്പോഴെന്തിനാ നീ പോണത്? വേണ്ട വേണ്ട പോകണ്ട. പക്ഷെ ഇപ്പോഴത്തെ പേരൻസ് എങ്ങനെയാന്ന് വെച്ചാൽ മക്കൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാൻ ഓക്കെ ബൈ, എന്തെങ്കിലും പോക്കറ്റ് മണി വേണോന്ന് ചോദിക്കുന്ന പേരൻസ് ഇപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഒരു 10 വർഷത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ശരിക്കും പറഞ്ഞ പേരന്റിങ്ങിൽ. അപ്പം ഞാൻ പറഞ്ഞു, 10 വർഷം മുന്നേ ജനിച്ച ആൾക്കാർക്ക് ഇതൊന്നും കിട്ടിയില്ല, ഇപ്പോഴത്തെ ജനറേഷൻ ഇത് കിട്ടുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് ക്യാരക്ടർ ചേഞ്ച് ആവാൻ പറഞ്ഞാൽ പറ്റൂലല്ലോ. പക്ഷെ സിനിമയിൽ നമുക്കൊരു ക്യാരക്ടർ അങ്ങനെ കിട്ടുമ്പോൾ അത് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും. ഇപ്പൊ ദൃശ്യത്തിലെ ക്യാരക്ടർ ആണെങ്കിലും ഞാൻ ഭയങ്കര ഫാമിലി, വീട്ടുകാർ പറയുന്ന കേട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല, എന്നാൽ എല്ലാത്തിനും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ഈസി ഗോയിങ് ആയി ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ താമസിച്ച്, നമ്മളിപ്പോ സിനിമയിലൊക്കെ കാണുമ്പോൾ ആണല്ലോ നമ്മൾ ആഗ്രഹിക്കുക ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ ഔട്ടിങ്ങിന് പോകണമെന്ന്. അങ്ങനെ ആഗ്രഹിക്കുന്ന അതുപോലെ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ്. അല്ല, അപ്പൊ മമ്മി ലേറ്റസ്റ്റിൽ ചോദിക്കില്ല, എനിക്ക് കുറച്ച് എന്റെ ഫ്രണ്ട്സിനോട് പുറത്തു പോകണം, നീ നിന്റെ ഫ്രണ്ട്സിനോട് പുറത്തു പോകാൻ വേണ്ടിട്ട് ചോദിക്കാറുണ്ട്? എന്റെ മമ്മിയോ? എന്റെ മമ്മീനെ ഞാൻ കലാഭവനിൽ ചേർത്തിരിക്കുക മ്യൂസിക് ക്ലാസ്സിൽ. എന്റെ മമ്മി ചെറുപ്പത്തിലെ മ്യൂസിക് എൻഗേജ് ചെയ്യണ്ട. ഞങ്ങളെല്ലാം വലുതായി പിള്ളേര്. അതൊക്കെ രസമല്ലേ? കാരണം അവർക്ക് നമ്മളെ നോക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ബാധ്യതയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞ. അപ്പൊ ഞങ്ങൾ 6 പേരുണ്ട്. അപ്പൊ മമ്മി ഞങ്ങളെല്ലാരും നോക്കി. അപ്പൊ എപ്പോഴും പറയും, ഓ ഞാൻ നിങ്ങളെ നോക്കി 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 മടുത്ത്. ഇത് മടുത്ത് എന്നല്ല അമ്മമാരും പറയും, പക്ഷെ അവരുടെ ഏറ്റവും ഇഷ്ടം ഈ നോക്കി നോക്കി മടുക്കൽ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഇഷ്ടം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു 18 വർഷം വരെ അതിന്റെ പിന്നിലായിരിക്കും. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 18 വർഷം, 40 വർഷം വരെ പോയില്ലേ. അപ്പൊ നിന്റെ അമ്മക്ക് എത്ര വർഷം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എത്ര മക്കളാ? 2. അപ്പൊ ഒരു 40 വർഷം പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ. അപ്പൊ ഞാൻ മമ്മീന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാരും വലുതായി. എന്റെ അനിയത്തി ഇപ്പൊ ബാംഗ്ലൂർ പഠിക്കുക, അപ്പൊ അവളെ MA-ക്ക് പഠിക്കുക. അപ്പൊ എല്ലാരും വലുതായി. അപ്പൊ ഞാൻ മമ്മീന്റെ അടുത്ത്, മമ്മിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യും. അപ്പൊ എനിക്ക് പണ്ട് മ്യൂസിക് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. അടുത്ത വീട്ടില് ഒന്ന് മ്യൂസിക് ടീച്ചർ എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടിട്ട് ഗണേശ ശ്ലോകം ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ചൊല്ലിത്തരുമായിരുന്നു.
അങ്ങനെ ഇപ്പൊ കലാഭവനിൽ മ്യൂസിക് പഠിക്കാൻ പോകുന്നുണ്ട്, ഞാനാ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതും. അപ്പൊ എന്നെ ബാക്കി എന്റെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കും ഇങ്ങനെ, സാധാരണ മക്കളെയാണ് അമ്മമാരൊക്കെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരും. അപ്പൊ എന്നെ അവർ വിളിക്കുമ്പോ നീ എവിടെ, ഞാൻ എന്റെ മമ്മീനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാ. എവിടെ മ്യൂസിക് ക്ലാസ് ഒന്ന് ഡാൻസ് ക്ലാസ്സിനും ചേർന്നായിരുന്നു മമ്മി, അരമണ്ഡലം നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അത് അടിപൊളിയാണ്. ഹൻസിബയുടെ മമ്മിക്ക് വേറൊരു ഇതുണ്ട്, നല്ല കുക്കിങ്. ഇവര് കഥ പറയാൻ വേണ്ടി നമ്മളവിടെ ഭയങ്കര സ്നേഹമാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആഹാരം കഴിച്ചിട്ടേ വിടുള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞു പോകാൻ ഇറങ്ങിയിട്ടും സമ്മതിക്കുന്നില്ല. നമ്മള് സബ്ജക്ട് മാറിപ്പോയി, കുടുംബയോഗം മാറി. അല്ല ഞാൻ കേട്ടിട്ട് പണ്ട് എന്റെ ഇന്റർവ്യൂല് പറഞ്ഞിട്ട് ഡ്രൈവിങ്ങിന്റെ പേരിൽ എന്തോ മമ്മി സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി ഒക്കെ പറയുന്നതാണല്ലോ. അതാണ് ഭയങ്കര കോമഡി പറയും, എന്നിട്ട് നമ്മളെ ആക്കിക്കൊണ്ടുള്ള കോമഡി ആയിരിക്കുന്നു. അല്ല, അങ്കിതയുടെ വിശേഷങ്ങൾ പറയാം. എങ്ങനെ ഈ ടീമിന്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? നല്ല എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് നല്ലൊരു അടിപൊളി പാവം ക്യാരക്ടറാണ് എൻ്റെ. അപ്പൊ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, ഇപ്പൊ തന്നെ ചിലപ്പോ എനിക്ക് ചീത്ത കേൾക്കും. നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഒരു പാവം ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരു സ്പോർട്സ് പേഴ്സൺ ക്യാരക്ടറാണ്. ആൻഡ് കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതെ, ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. പക്ഷെ ഒരുപാട് എൻജോയ് ചെയ്താണ് ചെയ്തത്. ടെക്നിക്കലി ഇതാണ് എൻ്റെ ഫസ്റ്റ് മൂവി. സോ ഇത് ഒരു സിനിമ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ വരുന്നത് എവിടെയാണ്. ആൻഡ് എല്ലാവരും കൂടെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര പേടിച്ച് തന്നെയാണ് ഞാൻ ചെയ്തത്. അത്യാവശ്യം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യത്തെ പേടിയുണ്ടായിരുന്നു, എന്നാലും എനിക്കൊന്നു മാറി, പെട്ടെന്ന് മാറി. നല്ല ഇതായി, കുഴപ്പമില്ല. നല്ല ചെയ്ത്. ഇപ്പൊ ടിൻചേട്ടൻ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്, ടിൻചേട്ടന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് കുറച്ചുകൂടെ കൂളായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതർ ദാൻ ഈ സ്റ്റേജ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്, ആക്ടിങ് കുറച്ചുകൂടെ കൂൾ പരിപാടിയാണോ? ആക്ടിന് നമുക്ക് പ്രിപ്പറേഷനും ഇതിനൊക്കെ സമയം കിട്ടുമല്ലോ. മറ്റേത് റോക്കറ്റ് കത്തിച്ച് വിട്ടുമല്ലോ, ചിലപ്പോൾ മുകളിലേക്ക് പോകല്ലോ, വഴി തെറ്റിപ്പോയി നിലത്തോട്ട് പോയി. ഇതില് ഫസ്റ്റ് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് ഈ ഫോട്ടോ അയച്ചു കൊടുത്തത് ജോലി സാറിന്. ഉഗ്രനായിട്ടുണ്ട്, അത് ഭയങ്കര അപ്രീസിയേഷൻ ആണ്. നന്നായിട്ടുണ്ട്, ഉഗ്രനായിട്ടുണ്ടെന്നും പറഞ്ഞു. അതെ അതെ, അത് ഞാൻ എടുപ്പിച്ചതാണ്. അങ്ങനത്തെ ആ ഫോട്ടോയാണ് ഞാൻ അയച്ചു കൊടുത്തത്. ഒരുപാട് പോലീസ് കഥകളും പോലീസുകാരെ ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള ആളാണ് ജോലി സാർ. അപ്പൊ അത് നമുക്ക് ഗുരുതുല്യനായിട്ടൊരാളാണ്. അപ്പൊ ഒരു ധൈര്യമായി, ഫാൻസി ഡ്രസ് ആവില്ല എന്നുള്ളത്. കാരണം കറക്റ്റായിട്ട് റാണ പ്രതാപമായിരുന്നു ഇതിന്റെ കോസ്റ്റ്യൂം. പോലീസ് ഡ്രസ് ഇത്തിരി ലൂസായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. ആ കറക്റ്റ് ഫിറ്റ് ആയിരിക്കുന്നത്. ഇപ്പൊ സാരി ഇതും ഈ ഷർട്ടിനൊന്നും കുഴപ്പമില്ല. അപ്പൊ അത് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ടറും ഇഷ്ടപ്പെടില്ല. പിന്നെ ഈ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. കാരണം എന്നെ വിളിക്കുന്നത് GST ഓഫീസറാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ GST കൃത്യമായിട്ട് നടക്കുന്ന ആളാണ്. ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. കഴിഞ്ഞ വർഷത്തെ ഇനി ED ആണ്, ഇതാണ്, എല്ലാം കൃത്യമായിട്ട് നമ്മുടെ ഒരു കമ്പത്ത് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്ക്രിപ്റ്റ് ആയിട്ട് പുള്ളി വേറെ സ്ക്രിപ്റ്റ് ആയിട്ട് വന്നത്. കഥ പറയാനാണെന്നുള്ളത്. എപ്പോഴാണെങ്കിലും ഡേറ്റ്, എവിടെയാണെങ്കിലും ഡേറ്റ് അപ്പൊ തന്നെ കൊടുത്തു. കാരണം ഓഫീസറാണ്. അല്ല, ശരിക്കും ആ ഒരു തൊഴിൽ നിന്നുകൊണ്ട് ഒരു സ്കില്ല് ഡെവലപ്പ്, നമ്മൾ അതിന്റെ കൂടെ നിൽക്കണം. അത് ഇന്ദ്രൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് കാശ് എടുത്ത് നമുക്കൊന്നും സിനിമ ചെയ്യാൻ പറ്റില്ല, നമ്മളതിന് നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. പുള്ളി ഈ അടുത്താണ് ഇപ്പൊ കാശൊക്കെ ശരിക്കും മേടിച്ചു തുടങ്ങിയത്. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വരെ പുള്ളി അഭിനയിച്ചു കൊടുത്തിരുന്നു. കാരണം നിസാര ചെലവല്ല, ഒരു ദിവസം തന്നെ 2.5 ലക്ഷം 3 ലക്ഷം രൂപ ചെലവ് വരും. 30 ദിവസം എത്ര ആവുന്ന കൂട്ടി വെക്കും. അപ്പൊ അതിന് തയ്യാറായിട്ട് ഒരു ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ പണം മോഹിച്ചിട്ടില്ല, നമ്മുടെ പാഷനാണ് അഭിനയിക്കുക എന്നുള്ളത്. അപ്പൊ അവരിവിടെ നിൽക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഇതായിട്ട് വരുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ കൂടെ നിൽക്കുക. അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, അവര് അതിന് തയ്യാറായിട്ട് വരികയല്ല, ഈ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണ്. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഇന്നും അറിയാം, ലൈബ്രറിയോ ആർക്കൈവ്സ് ആയിട്ട് സൂക്ഷിച്ചു വെക്കും. ഞാൻ പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ടോ ഞാൻ അടിച്ചു വയ്ക്കുന്ന അപ്പൊ തന്നെ ഇതൊക്കെ വരികയല്ലേ. അപ്പൊ അതൊരു ഭാഗ്യമാണ് അതൊരു കിട്ടിയതും. അപ്പൊ പിന്നെ അൻസിബയുടെ പോലുള്ള ഒരാളുടെ ഒപ്പം അല്ല, അൻസിബനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്ക് കിട്ടി. കാരണം ഇപ്പൊ അൻസിബയാണ് ചോദ്യം ചെയ്യുന്നത്. അമ്മയില് ഡിസിപ്ലിനറി കമ്മിറ്റിയാ, അൻസിബ ചോദ്യം ചെയ്യുന്ന ആളാ ഓരോരുത്തർ എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പൊ എന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ജോലി തെറ്റിയതല്ലേ കുഴപ്പമില്ല. എടാ, കുറ്റം ചെയ്തവരുടെ ഞാൻ ചോദ്യം, അല്ലാതെ എല്ലാവരും ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എനിക്ക് തിരിച്ച് ചോദ്യം ചെയ്യാനുള്ളൊരു കിട്ടിയല്ലോ. അല്ല, ശരിക്കും എല്ലാരും ചോദിക്കണ ഒരു ചോദ്യമായിരിക്കുമല്ലോ. ദൃശ്യം 3 ഇങ്ങനെ ലാലേട്ടൻ വരെ ജസ്റ്റ് നമുക്കൊരു സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ടുണ്ടോ?
ഒന്നും അറിയില്ല എനിക്ക് അത്. അല്ല ആ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ അന്വേഷണ കമ്മിറ്റി പെടുത്തിയേക്കണത്. എന്ത് അന്വേഷിച്ചു കണ്ടുപിടിക്കുന്നു? ആയിട്ടുണ്ടോ? ഇല്ല, അതിനെ പറ്റി അവർ അനൗൺസ് ചെയ്ത കാര്യങ്ങൾ തന്നെ എനിക്കും അറിയുള്ളൂ. അത് അനൗൺസ് ചെയ്തു എന്നറിയാം. തുടങ്ങുമായിരിക്കും പെട്ടെന്ന്. അല്ല ചേട്ടൻ ശരിക്കും എങ്ങനെയാ നമുക്ക് ചേട്ടാന്ന് വിളിക്കല്ലേ, സാറെന്ന് വിളിക്കുക, അല്ലെങ്കിൽ അടുത്ത നോട്ടീസ് വരുന്നില്ല. GST അടയ്ക്കുന്നുണ്ടോ? GST അടയ്ക്കുന്നുണ്ടോ? GST അടയ്ക്കുന്നുണ്ടോ? അപ്പൊ അത് കറക്റ്റ് ആണ്. അല്ല അത് കറക്റ്റ് ആണോ എന്നൊരു അന്വേഷണം നടത്താം. ചെക്ക് ചെയ്ത് നോക്കണം. ഇല്ല ഇപ്പൊ ഈ നമ്മള് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്നാ ഭയങ്കര ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഏറ്റവും ഭയങ്കര ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭയങ്കര റെസ്പോൺസിബിൾ ഓഫീസേഴ്സിൽ ഒരാളാണ് GST ഓഫീസേഴ്സ് എന്നൊക്കെ നമ്മൾ ലേറ്റസ്റ്റ് ഇതിൽ പറയും. അവിടെ നിന്ന് നമ്മൾ സിനിമ ചെയ്യുക, നമ്മളെ വേറൊരു പാഷൻ ഫോളോ ചെയ്യാന്ന് പറയുന്നത്. ശരിക്കും ഈ പണ്ട് മുതൽ സിനിമ ആഗ്രഹം ഉണ്ടായിരുന്നോ? ഞാൻ പണ്ട് മുതലേ ആഗ്രഹമുള്ള ആളാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം മുതലേ കഥയും കവിതയും എഴുതി തുടങ്ങിയാണ് അതിലോട്ട് അതായത്. പിന്നെ നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴും നമുക്ക് ഞാനൊരു സിനിമ കാണുന്നത് അതുപോലെ കഥ അതുപോലെ കാണുന്നതല്ല, അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ ഞാനൊന്ന് വിലയിരുത്തണം. ഒരു ക്യാമറ മൂവ്മെന്റ് വരെ അത് എങ്ങനെയാണ് എവിടെ നിന്നാണ് പോകുന്നത് ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൂടെ അതാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഞാൻ സിനിമ ഏകദേശം 20 വർഷം കൊണ്ട് ഞാൻ സിനിമ പഠിക്കുകയായിരുന്നു. പഠിച്ചാണ് ഞാനൊരു ഇതിലേക്ക് എത്തിയത്. പിന്നെ ഞാൻ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു പ്രീ എന്നതിലേക്ക് ഷോർട്ട് ഫിലിമുകളും ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനുഭവങ്ങളും ആ കാര്യങ്ങളും വെച്ചാണ് ഞാൻ സിനിമയിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിയത്. നമുക്ക് ഏതൊരു കേസായാലും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായി തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടേ പോകുള്ളൂ. അത് സത്യമാണ്. അപ്പോൾ അത് ആ ഒരു ഇത് വെച്ച് തന്നെയാണ് ഞാൻ അതിലോട്ട് ഇറങ്ങിയത്. പക്ഷെ ഇപ്പൊ ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് GST ഓഫീസർ ആവണമെന്ന് പറഞ്ഞാൽ നടക്കൂല. അദ്ദേഹത്തിന്റെ പാഷൻ നടക്കും, അത് ഓഫീസറാണ്. പക്ഷെ അല്ല അതാവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആവണമെന്ന് പറഞ്ഞാൽ നടക്കും. പക്ഷെ സിനിമയിൽ നമുക്ക് ഓരോ ദിവസം ഓരോരോ കഥാപാത്രങ്ങളാവാൻ പറ്റും. നാളെ GST ഓഫീസർ ആവണോ? ഓക്കെ. അല്ല അപ്പൊ ഞാൻ പറയാം, സിനിമയിൽ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഈ അന്നല്ലോ ഉപേക്ഷിച്ച ലോയുടെ പേപ്പർ ഒന്നും അങ്ങനെ എഴുതിയെടുക്കാൻ പിന്നെ തോന്നിയിട്ടില്ലായിരുന്നു? ഇല്ലില്ല. ഒന്ന് എന്റെ അളിയൻ വക്കീലാണ്. അപ്പൊ എത്തിക്സ് നമ്മൾ നോക്കണം, അത് വേറെ എത്തിക്സ് ആണ്. പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴിങ്ങനെ ഓർക്കുമായിരുന്നു, ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒരിക്കലും നമ്മുടെ അടുത്ത് വരുന്നത്, അവരെ രക്ഷിക്കണം. ഞാൻ പിന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് അല്ല അത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ലോയിൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് എൻ്റെ അപ്പൻ്റെ ആഗ്രഹമാണത്, വക്കീലാവണം. പക്ഷെ എൻ്റെ മനസ്സിന്റെ ഇത് വെച്ചിട്ട് എനിക്ക് ഒരാളെ ഉപദ്രവിക്കാനോ ഒരാളെ വേദനിപ്പിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഒരു ആള് തെറ്റ് ചെയ്ത് വന്നിട്ട് അയാളെ രക്ഷിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ആ പ്രൊഫഷനിലേക്ക് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ഇപ്പം തൊഴിലാളി ആയതുകൊണ്ട് ചിലപ്പോൾ ഇതായിരിക്കും. പക്ഷെ എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. ഈ കലയുമായിട്ടുള്ള അവിടെ പട്ടിണിയാണെങ്കിലോ അല്ലെങ്കിൽ കഷ്ടപ്പാടാണെങ്കിലോ നമ്മൾ എൻജോയ് ചെയ്യും. ഈ കൂടെ ഇപ്പൊ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ധർമ്മജൻ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ധർമ്മജൻ ശരിക്കും ആൽബർട്ട്സ് ടൈമിലെ പരിചയം ഉണ്ടായിരുന്നു? അവൻ കോമ്പറ്റീഷൻ വന്നിട്ട് ഞാൻ എത്ര പ്രാവശ്യം തോപ്പിച്ചിട്ടുണ്ട്. എല്ലാരും ഇലക്ഷന് തോറ്റത് മാത്രം അറിഞ്ഞിട്ടുള്ളൂ. ഈ കോമ്പറ്റീഷനൊക്കെ എന്നെ കാണുമ്പോ തന്നെ പ്രാഗു എന്ന് പറഞ്ഞത് ദൈവമേ ഇന്നത്തെ സമ്മാനം. അല്ല ഞങ്ങൾ കോമ്പറ്റീഷന് ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ളതാണ്. ഹരീഷ് കണാരനുണ്ട്, ഇതിന്റെ സംഗീതജ്ഞ റോണി റാഫേലായിട്ട് നേരത്തെ തന്നെ ബന്ധമുള്ളതാണ്. എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് അതും പേടിച്ചു ഞാൻ, GST ഓഫീസറാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പല ചിന്തകളാണ് പോയിക്കൊണ്ടിരിക്കും. ഇനി വല്ല കഥ പറഞ്ഞിട്ട് എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഇതുപോലെ മനസ്സിലാക്കാനാണോ ഇനി ഒരു സിനിമക്ക് എത്ര മേടിക്കുന്നത്? സിനിമക്ക് എത്ര മേടിക്കുന്നത്? ഇല്ല, എന്ത് തന്നാലും ഞാൻ പറഞ്ഞിട്ട് റൈറ്റർ ആരാണ്? മനോജ് IG. എനിക്ക് ഉറപ്പായി പോലീസാണ്. പോലീസും GST കൂടി ഒരുമിച്ച് വന്നേക്കാം. അല്ല അവരങ്ങനെ വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളും വരുമാനമൊക്കെ നോക്കിയിട്ട് ഇവര് പല രീതിയിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാൻ പറ്റില്ല, ആളെ കണ്ടാലും ഒരു അല്ല ഇത് അതുകൊണ്ട് ടിനിയിൽ വേറെ കേസ് ചെയ്ത് പൈസ എല്ലാ അക്കൗണ്ടിൽ കൂടെ മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വേറെ അക്കൗണ്ടിൽ എനിക്ക് പരീക്ഷിക്കണമെന്ന് പറയാൻ പറ്റില്ല, പരീക്ഷിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യാനും, അതായത് ഒരു ത്രില്ലർ മൂവിയാണ് അത്. എങ്ങനെ ആ ഒരു ഫ്രിക്ഷൻ ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത സീനുകളിൽ ഞാൻ എൻജോയ് ചെയ്തിരുന്നു. ഒരു പോലീസ് ഓഫീസർ എന്നാൽ ആ ബലമൊന്നും ഇല്ലാണ്ട് വളരെ കൂളായിട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡവും, അല്ലാണ്ട് ഭയങ്കര നാടകീയമായിട്ടൊന്നുമില്ല. ഞാനൊരു സീൻ അഭിനയിച്ചത് നമ്മുടെ കിഷോറിന്റെ അമ്മ സേതുലക്ഷ്മി ചേച്ചിയായിട്ടൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ചേച്ചി വന്ന ഉടനെ തന്നെ ആർട്ടിസ്റ്റായി മാറാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കണ്ടിട്ട്, മോനെ വിടണം എന്നും പറഞ്ഞിട്ട്.
അപ്പൊ അത്രയും ലെജൻഡ് ആർട്ടിസ്റ്റുകളാണ് അവരൊക്കെ. വന്ന് ഓനെ വിടണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പോലീസുകാരാണ് വിട്ടുകൊടുത്തേനെ. അതാണ് ഞാൻ വക്കീലായ ശൈലിയൊന്നുമില്ല പറയണം. എനിക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തോന്നി ഇവരുടെ ഇത് കണ്ടിട്ട്. കാരണം ഒന്നും വേദനിപ്പിക്കാൻ നമുക്ക് തോന്നൂല, ഒരാളെ തല്ലാനോ കൈവെക്കാനോ തോന്നൂല. അല്ല ആ സീനില് പിന്നെ സേതുലക്ഷ്മി ചേച്ചി ആണെങ്കിൽ വന്ന് പറഞ്ഞാൽ അവരങ്ങ് പൊട്ടിക്കരയാണ്. ജീവിതമാണോ അഭിനയമാണോ എന്ന് കൺഫ്യൂഷൻ വന്നു. അത് കണ്ട് യഥാർത്ഥത്തില് ടിന്നി ചേട്ടൻ അങ്ങ് കണ്ണ് നിറയാണ്. അപ്പൊ നമുക്കത് പറ്റൂലല്ലോ. ഇവര് കരയുന്നതനുസരിച്ച് ടിന്നി ചേട്ടന്റെ അവര് അത്രയും ഇൻവോൾവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് അവരൊക്കെ. അല്ല അങ്ങനെ വേറെ മൂമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ് അഭിനയിച്ചപ്പോ? ഈ തിലകൻ ചേട്ടനായിട്ട് അഭിനയിച്ചപ്പോ ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ റുപ്പിയില് ആ നോട്ടത്തിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര, അത്രയും നേരം കൂളായിട്ടൊക്കെ കേൾക്കും എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ്. ചില ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ പക്ഷെ നമ്മൾ ആ ലെവലിലേക്ക് ഉയരുന്നുള്ള. ഇപ്പൊ പ്രതാപവത്തനായിട്ട് ഞാൻ അഭിനയിച്ചപ്പോ വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് എ കള്ളൻ എന്ന് പറഞ്ഞിട്ടൊരു പടത്തില്, അതില് സ്വന്തം മകനാണ്, അമ്മ മരിക്കാൻ കാരണം ഞാനാണ്. എന്റെ മുഖത്ത് നോക്കി വച്ച തെറിയോട് പറഞ്ഞു ഒറ്റ മോനെ എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിച്ചു. ഞാൻ ഡൗൺ ആയി പോയി, കാരണം അത്ര പച്ചത്തെറിയ വിളിച്ചത്. അപ്പൊ എന്തിനാന്ന് ചോദിച്ചപ്പോ പച്ചത്തെറി ക്യാമറമാനിൽ ഇങ്ങനെ കുലുക്കി പോയി. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ നിന്റെ മുഖത്താ ഇത് കിട്ടാൻ വേണ്ടിയാന്ന് പറഞ്ഞു. ഡബിങ്ങിൽ വേറെ ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഒരു ആക്ടറിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പോലെ ഇരിക്കും നമ്മൾ പെർഫോം ചെയ്യണത്. അപ്പൊ പ്രതാപത്തിന്റെ പോലെ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ആ പിന്നെ ഇവർ രണ്ടുപേരാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടിയിട്ടുള്ളത്. മറ്റത് അത്ഭുതപ്പെട്ട ഇറങ്ങുന്നത്. ഇതങ്ങനല്ല, ഇവരുടെ ആ ഒരു ആ ഒരു ഫ്ലോയിലാണ് ഡയലോഗ് പറയുന്നത്. ഡയലോഗ് പറയണത് പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. നോർമലി നമ്മളടുത്ത് പറയണ പോലെ നമുക്ക്. അതാണ് വേണുചേട്ടനോടൊപ്പം അഭിനയിക്കാൻ ഭാഗ്യമായിട്ടുണ്ട്. അപ്പൊ വേണുചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പുള്ളി ആദ്യമായിട്ട് കണ്ട സൂപ്പർ സ്റ്റാർ കൊട്ടാരക്കരയാണ്. അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരവും വന്നു നിന്നിട്ടും എന്നും പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി കണ്ട സൂപ്പർ സ്റ്റാർ അതാണ്. പുള്ളി ഇപ്പൊ കമൽ സാറൊക്കെ ഒരേ സമയത്ത് കൊച്ചിയിൽ വന്നപ്പോ പറഞ്ഞു ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ആസ്പിറേഷണൽ ആക്ടേഴ്സിൽ ഒരാള് കൊട്ടാരക്കര സാറാണെന്ന് ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ ശരിക്കും നിങ്ങളെ രണ്ടുപേര് ഈ വീട്ടുകാര് ശരിക്കും നിങ്ങൾ രണ്ടുപേര് ഇപ്പൊ ശരിക്കും വീട്ടുകാര് നിങ്ങളെ റിയലൈസ് ചെയ്യല്ലോ, ഓ ഇവൻ ഒരു സെലിബ്രിറ്റി ആയി, അല്ലെ ഇവനെ കുറച്ച് പേര് തിരിച്ചറിയാൻ തുടങ്ങിയ സമയം ഏതാ ശരിക്കും നിങ്ങളെ രണ്ടുപേര്? എന്നെ തിരിച്ചറിയുന്നത് ദൃശ്യം ഇപ്പോഴും പറയുമ്പോ ദൃശ്യത്തിലൊക്കെ എന്റെ ഒരു ഭയങ്കര രസമുണ്ടായിരുന്നു. എന്റെ വീടിന്റെ അവിടെ ഒരു ആഡ് ഷൂട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചൊക്കെയാണ് അഭിനയിച്ചത്. തൊട്ടിപ്പുറത്തുള്ള വീട്ടുകാർ അങ്ങോട്ട് പോവുകയും വരികയൊക്കെ ചെയ്തു. ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടീനെ പരിചയമുണ്ട്. ഞാൻ പറഞ്ഞ് ദൃശ്യത്തില് അശൂ ഒരു ഫോട്ടോ ഇടും. അവര് ആകെ ഡെസ്പ്ലേ വേറെ ദൃശ്യത്തിൽ കൊച്ചുകുട്ടിയാണ്, അതുപോലെ തന്നെ ഇരിക്കണം, വലിയ ഇതൊന്നും വന്നിട്ടില്ല. പക്ഷെ അവർക്ക് ആകെ ഇതായി പോയി. കാരണം അതൊരു ശരിക്കൊരു ഒരു വേദഗ്രന്ഥം പോലെയാണ് ദൃശ്യം എല്ലാവർക്കും സിനിമയിൽ. അതിന്റെ മുകളിൽ ഇനി ഒരു സിനിമ ചെയ്താൽ മാത്രമേ ഇനി ആ പേര് മാറുള്ളൂ. അതെല്ലാരും സ്വന്തം വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പൊ അവരെന്ത് ചെയ്തേനെ? അത് തന്നെയാണ് ആ പടത്തിലുള്ള ഫാമിലിയും ചെയ്തത്. അപ്പൊ അവരവരുടെ സ്വന്തം ഫാമിലി ആയിട്ട് അങ്ങ് തീരുമാനിച്ചു. അത്ര ഹിറ്റ് പടമൊന്നും ചെയ്യരുത്. അത് തന്നെയായിട്ടേ കാണുള്ളൂ. അല്ല ആക്ച്വലി എപ്പോഴും എന്താ പറയാ, ഈ പടം ഇത്ര വലിയ ഹിറ്റ് ആയത് ഭാഗ്യം. പക്ഷെ അതിന്റെ മേലൊരു ഹിറ്റ് ആണ് എപ്പോഴും അടുത്തത് ചോദിക്കാൻ. അതിന്റെ മേലൊരു ഹിറ്റ് എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടാണ്. അൾട്ടിമേറ്റ് എന്നൊക്കെ പറയൂലേ, അതൊരു ദൈവാധീനം, ഭാഗ്യം. അങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റുക. തമിഴിലും ചെയ്തല്ലോ. തമിഴില്ല, മലയാളം. വീട്ടുകാരൊക്കെ റിയലൈസ് ചെയ്ത് ഇവനൊരു സ്റ്റാർ ആയി. അല്ല ഞാൻ ജനിച്ചപ്പോ എന്റെ വീട്ടില് ജാതകം എഴുതി. ശരിക്കും നമ്മള് കുടുംബത്തില് ജാതകം എഴുതാറില്ല, പക്ഷെ എന്റെ കുടുംബത്തിൽ അങ്ങനെ രണ്ടുപേരും ഇവൻ പ്രശസ്തനാവും എന്ന് പറഞ്ഞപ്പോ വീട്ടുകാർ കള്ളനാവുന്നു. കാരണം കലാകാരൻ എന്നുള്ളൊരു സംഭവം വീട്ടിലുണ്ടായിരുന്നില്ല. അമ്മ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ അല്ല കള്ളന്മാരല്ല, അല്ലാണ്ട് ഇവനെങ്ങനെ പ്രശസ്തി കിട്ടാനെന്നുള്ള. കാരണം അന്നത്തെ കാലത്തൊന്നും ഓർത്ത് നോക്കുക. അപ്പൊ എന്ത് പ്രശസ്തി, ഇവൻ എന്താവാനാണെന്നുള്ള രീതിയിൽ. എന്റെ അപ്പൻ സാധാരണ ഒരു ജോലിക്കാരൻ, അമ്മ സാധാരണ ഒരു വീട്ടമ്മ ഒരു കമ്പനിയിൽ. അപ്പൊ ഇവർക്കുണ്ടാവുന്ന മകൻ പ്രശസ്ത ഐസക് ന്യൂട്ടൻ ഒന്നും ആവില്ല എന്നുള്ള അറിയാം. അപ്പൊ അവരിങ്ങനെ തമ്മിൽ പറഞ്ഞു ഇനി വല്ല കള്ളനാവൂ. പക്ഷെ അത് കൃത്യമായിട്ട് വന്നു. പക്ഷെ അത് കോളേജ് തലം മുതൽ നമ്മൾ മത്സരിക്കുന്നത് കൊണ്ട് കുറച്ച് പേരിങ്ങനെ അറിയുമായിരുന്നു. പിന്നെ സെലിബ്രിറ്റി എന്ന് പറയണമെങ്കിൽ ഇപ്പൊ ആവാം, ഒരു മൊബൈൽ മതിയല്ലോ. ഈ സെലിബ്രിറ്റി അല്ലേ, പുറത്ത് പറയുമ്പോൾ എവിടെ കണ്ടുവരുന്നു ചോദിക്കും ആരെങ്കിലും ഒക്കെ. അപ്പോൾ
ഇന്നിപ്പോ വലിയ ഒരു പ്ലാറ്റ്ഫോം വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ തന്നെ ആയതുകൊണ്ട് 2 റീല് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലേ, മില്യൺ ലൈക്സ് അല്ലെ. അല്ല ആക്ച്വലി റോഡിൽ കയറി ഡാൻസ് കളിച്ചാൽ പണ്ട് ഒരാളെ സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് എല്ലാരും സെലിബ്രിറ്റിയാണ്, ഇൻഫ്ലുവൻസർ എല്ലാരും സെലിബ്രിറ്റീസാ. അപ്പൊ അതും ഒരു എന്താ ടെക്നോളജി മാറിയതിന്റെ വലിയൊരു വ്യത്യാസമാണത്. പണ്ട് സിനിമയിൽ വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ആ കാറ്റഗറിയിലുള്ള ഒരു ലാസ്റ്റ് ആളായിരിക്കും ഞാനൊക്കെ. 2013 ദൃശ്യം വരുന്നത്. അപ്പൊ 13 ശേഷമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇത്രയും ഉയരാൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ മുന്നേ ഒക്കെ നമുക്കൊരു കാസ്റ്റിംഗ് കോൾ എവിടെയെങ്കിലും ഇട്ടാ അറിയില്ല, ആരെങ്കിലും ഒക്കെ പറഞ്ഞ് കേട്ടിട്ട് വേണം അറിയാൻ. ഇത്രയും ട്രാൻസ്പോർട്ടേഷൻസും ഇല്ല. അപ്പൊ അതിന്റെ മുന്നേ വന്ന ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ചൊക്കെ. ഇപ്പൊ മമ്മൂക്കയുടെ ഒക്കെ സ്റ്റോറീസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മമ്മൂക്കൊക്കെ വള്ളം തുഴഞ്ഞു പോയ കഥയും നീന്തിയിട്ട് സിനിമ കാണാൻ പോയ കഥയൊക്കെ നമുക്ക് പറയാറുണ്ട്. അപ്പോൾ അത് ഓരോ ജനറേഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മാറി, നമ്മുടെ മൊത്തത്തിലുള്ള ടെക്നോളജി മാറി 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 നമുക്ക് കുറച്ചുകൂടി ഈസിനെസ് വന്നു. പക്ഷേ നിലനിൽക്കുക എന്നുള്ളതുണ്ടോ, സർവൈവ് ചെയ്യാന്നുള്ളത്. അന്ന് വരാനും ഡിഫിക്കൽട്ട് ആയിരുന്നു, സർവൈവ് ചെയ്യാനും ഡിഫിക്കൽട്ടാണ്. ഇന്ന് വരാൻ എളുപ്പമാണ്, സർവൈവ് ചെയ്യാൻ ഇന്നും ബുദ്ധിമുട്ടാണ്. അത് എല്ലാവർക്കും വള്ളത്തിൽ സിനിമ കാണാൻ പോവാ, പക്ഷെ അവിടെ വെച്ച് മുങ്ങി പോയാൽ തീർന്ന്, നീന്തി കയറണം. നമ്മുടെ ജീവിതം പോലെ തന്നെയാണ്. അങ്കിതക്കുള്ള ക്ലാസ്സാണ്. ആഴ്ചയിൽ 12 നടന്മാരും 16 നടിമാരും ഇറങ്ങുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ നിൽക്കണ്ടേ? നമ്മളൊരു ആവശ്യക്കാരനായിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിലൊക്കെ ഇരുന്ന് ആയിരിക്കാം മറ്റാളെ വിളിക്കാന്നുള്ള തോന്നിപ്പിക്കണമെങ്കിൽ അത് നിസ്സാര PR വർക്കല്ല. അല്ല, നമ്മളൊരു മനുഷ്യനായിട്ട് എടുത്താൽ തന്നെ അങ്ങനെയാണ്. നമ്മൾ അറിയുന്നില്ല നമ്മൾ ജനിച്ചതല്ലേ. നമ്മൾ ജനിച്ചതിന് ശേഷമാണല്ലോ ഇങ്ങനെ ഒരു ഹ്യൂമൻ ബീങ് ആയി നമ്മളുണ്ട്. അപ്പൊ അതിന്റെ വേദനയൊക്കെ അമ്മയും അച്ഛനും ഇവരൊക്കെയാണ് സഹിച്ചത്. അമ്മ അതിന്റെ ഫിസിക്കലി ഉള്ള പെയിൻ അനുഭവിച്ചു, അതിന്റെ ഹോസ്പിറ്റൽ ബില്ലും ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിട്ട് അച്ഛൻ ഫിനാൻഷ്യലി കുറെ സ്ട്രഗിൾ ചെയ്തു. ഈ സ്ട്രഗിൾ ഒക്കെ അവർക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു അല്ലല്ല, ഞാൻ മുഴുവൻ വാങ്ങിച്ചു. അപ്പൊ ആ സ്ട്രഗിൾ ഉണ്ട്. അത് നമ്മളൊരു അഡൾട്ടായി നമ്മൾ മാറി, നമ്മള് ലൈഫ് പിന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് സർവൈവ് ചെയ്യാന്നുള്ളത്. അത് എത്ര ദാരിദ്ര്യമുള്ള ഒരു ഫാമിലിയിൽ ജനിച്ചാലും, എത്ര ഫിനാൻഷ്യലി ബാക്കപ്പ് ഉള്ള ഒരു ഫാമിലിയിൽ ജനിച്ചാലും സർവൈവ് ചെയ്യാന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെയാണ് സിനിമയിൽ വന്നത്. അല്ല, ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചാലേ കലാകാരനാവുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായത്തില്. കാരണം ഒരു തവണയെങ്കിലും ജീവിതത്തിൽ കരഞ്ഞിട്ടുള്ളവർക്ക് കലാകാരനാവാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ വിശ്വസിക്കും. നീ ഒരു കോടീശ്വരനാണ് ഇവിടെ ഒന്നും ഇരിക്കില്ല, പിന്നെ അവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യണം, ഞാൻ എനിക്ക് എന്തിനാ, പിന്നെ ഒരു പാഷനാണ് ഇങ്ങനെ. അതും അധികം സഹിക്കാനൊന്നും തയ്യാറാവില്ല. പിന്നെ വേറൊരു വിഷയമുണ്ട്, നമ്മൾ ഒരു പടത്തിൽ വന്ന് എങ്ങനെയെങ്കിലും ഹിറ്റായാൽ പിന്നെ ആ നടനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ തന്നെ പാടാണ്. അത് ഭയങ്കര വിഷയമാണ്. അപ്പം പക്ഷെ പഴയ നടന്മാരെ നമുക്ക് ഈസി ആയിട്ട് പോയി കാണാം, അവരടുത്ത് സംസാരിക്കാം, അവരൊരു ബാർഗെയിൻ വരെ ചെയ്യാം. ഇവരുടെ അടുത്തൊന്നും നോ ബാർ. അത് ആദ്യം GST ഓഫീസർ എന്ന് പറയരുത്, അതുകൊണ്ടാണ് കാണാത്തത്. ആദ്യം സാധാരണ വെറുതെ കാണാൻ പോണ പോലെ പോണം. പലരും പല സിനിമകളും തെരഞ്ഞെടുക്കുന്നതേ. ഇപ്പൊ ഈ ഡയറക്ടർ മുന്നേ ഏത് പടം ചെയ്തിട്ടുണ്ട്, ഈ പ്രൊഡക്ഷൻ മുന്നേ ഏത് പടം ചെയ്തിട്ടുണ്ട്, ഈ ആർട്ടിസ്റ്റിന്റെ മുന്നത്തെ പടം ഹിറ്റാണോ, ഇങ്ങനെയുള്ള എല്ലാം ഇങ്ങനെ പലതും നോക്കിയിട്ടാണ്. അപ്പൊ ഞാൻ ഈ റീസെന്റ് വിജയ് സേതുപതിയുടെ ഒരു ഇന്റർവ്യൂവിലെ അദ്ദേഹം സംസാരിച്ച ഒരു ഏരിയ മാത്രം ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര റെസ്പെക്ട് കുറച്ചുകൂടെ കൂടി അദ്ദേഹത്തിന്റെ അടുത്ത്. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു സിനിമ യെസ് പറയുന്നത് ആ ഡയറക്ടർ മുന്നേ ചെയ്ത വർക്ക് നോക്കിയിട്ടല്ല, ആ ഡയറക്ടർ എൻ്റെ അടുത്ത് പറയുന്ന ആ സിനിമയെ പറ്റിയും ആ സിനിമയുടെ കഥയും നോക്കിയിട്ടാണ്. അത് ഇഷ്ടപ്പെട്ട ഞാൻ ആ പടം ചെയ്യും. അല്ലാതെ അദ്ദേഹം അതിന്റെ മുന്നേ പടം ചെയ്തിട്ടുണ്ടോന്നും പുള്ളി നോക്കാറില്ല. ആ പടം ഇനിയിപ്പോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഹിറ്റാണോ ഫ്ലോപ്പാണോ ഒന്നും നോക്കാറില്ല. പുള്ളിയോട് വന്ന് പറഞ്ഞ സംഭവം ഓക്കെ ആണോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര വലിയൊരു ആർട്ടിസ്റ്റ് ഒന്നും അല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ കഥ എനിക്ക് ഇഷ്ടമായി, എനിക്ക് നല്ലൊരു പ്രൊജക്ട് കിട്ടി, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഓക്കെ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പൊ എത്ര പോപ്പുലർ ആയി കഴിഞ്ഞാലും അങ്ങനെ എല്ലാവർക്കും സിനിമയിൽ വരാനുള്ള ഒരു അവസരം കൂടെ കിട്ടില്ല. എല്ലാവരും ആദ്യം ഒരു പുതുമുഖമായിട്ടാണല്ലോ വന്നത്. അപ്പൊ എല്ലാവർക്കും അവസരങ്ങൾ നമ്മളെ കൊണ്ട് നമുക്ക് ഇങ്ങനെ മറ്റുള്ളവർക്കും അവസരം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനത്ത് നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ടിൻചേട്ടാ, എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ടിൻചേട്ടൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമയിലെ മയക്കുമരുന്ന് ചർച്ചയാവുന്നുണ്ട്. അത് 2 ആസ്പെക്ട് ഉണ്ട് അതിനകത്ത്. ഒന്ന്, സിനിമയിലെ വിഷയം ചർച്ചയാകുന്നു. 2, സിനിമയിലെ ഉപയോഗം മാത്രമാണ് പ്രധാനമായിട്ടും ചർച്ചയാകുന്നത്. അപ്പോൾ ഇതിൽ ടിൻചേട്ടൻ ഇതിനു മുമ്പ് ഒരിക്കലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഇപ്പൊ അതില് അഭിപ്രായം എന്താണ്? ശരിക്കും സിനിമയിലെ മാത്രമാണ് ഏറ്റവും ആളുകൾ സ്വീകരിക്കപ്പെടുന്നതും ചർച്ചയിലേക്ക് എടുക്കുന്നതും?
അന്വേഷണ കമ്മീഷൻ ഇവിടെ ഇരിപ്പുണ്ട്. സിനിമ എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. എല്ലാവരും നോക്കുന്ന സ്ഥലമാണ്. ഒരു സിനിമാ നടൻ എങ്ങനെയാകുന്നു, എന്താകുന്നു. ആദ്യം ഒരു നടിയും നടനും കൂടി ഒരുമിച്ച് അഭിനയിച്ച് കഴിയുമ്പോൾ ഇവർ കല്യാണം കഴിക്കുമെന്ന് പറയും. ഒരുമിച്ച് കെട്ടിക്കഴിയുമ്പോൾ ഇത് ഉടനെ ഡൈവോഴ്സ് ആവും എന്ന് പറയും. പൊതുജനം അങ്ങനെ പറഞ്ഞു. കല്യാണത്തിന്റെ അന്ന് ഡിവോഴ്സ് ആവാൻ വേണ്ടിയാണോ കിട്ടണമെന്ന് ചോദിക്കുമല്ലേ. അപ്പൊ അത് ചോദിക്കും. പിന്നെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള സംസാര വിഷയമാകുന്ന ഒരു സ്ഥലം ഇതാണ്. എത്ര ഏരിയകളുണ്ട്. ഇപ്പോൾ ഒരു കലാകാരനെ പിടിച്ച് അകത്തിട്ടുകൊണ്ട് ഇവിടെ ഒരിക്കലും ഡ്രഗ്സ് ഇല്ലാണ്ടാവില്ല. ഒരു നല്ല കലാകാരനെ ഇല്ലാണ്ടാക്കാന്നുള്ളൂ. ഇതിൻ്റെ റൂട്ട് ലെവൽ, അതൊരു വിഷച്ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഇല പറിച്ചു കളഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ റൂട്ടാണ് പറിച്ചു കളയേണ്ടത്. ഞാനിത് വളവളാന്ന് എല്ലാ ദിവസവും നിന്ന് പറയാറില്ല. ഒരു തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞതും ഇനി ഞാനിത് റിപ്പീറ്റ് ചെയ്യൂല ആര് ചോദിച്ചാൽ. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇത് മൂലം അല്ലെങ്കിൽ ഇത് അല്ലാതെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് അമ്മയ്ക്ക് തന്നെയാണ്. എല്ലാവരും അമ്മയുടെ നെഞ്ചത്ത് കയറുന്ന എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ദ്രോഹമാണ് ജനങ്ങളോട് അമ്മ എന്ന് പറയുന്ന സംഘടന. എന്നെ പോലെ സാധാരണ അല്ലെങ്കിൽ അൻസിബനെ പോലത്തെ സാധാരണക്കാരിയാണ്. നമുക്കൊക്കെ അവിടെ ഒരു പ്രിഫറൻസും സ്ഥാനവും തരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പവർ കമ്മിറ്റി ഒന്നുമില്ല. സാധാരണ ഒരു കുട്ടി ആണ് അന്വേഷിക്കുന്നതിനെ കുറിച്ച്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സീനിയർ ആയിട്ടൊരു ആർട്ടിസ്റ്റിനെ ഏൽപ്പിക്കണ്ടേ. അൻസിബക്ക് എന്താണ് ഇതിൽ നിന്ന് പിടിക്കാൻ സാധിക്കുന്നത്? അൻസിബ ആരും ബയസായിട്ട് നിൽക്കുന്ന ആളല്ല, നല്ലതായിട്ട് സംസാരിക്കുന്നതല്ല. അത് മാത്രമല്ല, ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം, ആ കുട്ടി വന്നതും ഇതുപോലെ തന്നെ സിനിമയിൽ വന്നതാണ്. അപ്പോൾ അതേ ഇതിൽ വേവ് ലെങ്ത്തിലുള്ള ഒരാൾക്കാണ് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട ആവശ്യമില്ല. ഈ കൊച്ചി ഇവിടെ ഇരുന്ന് പറഞ്ഞല്ലോ, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ 2-3 മാസം കഴിഞ്ഞിട്ട് മാറ്റി പറഞ്ഞെന്തി. അതാണ് ഞാൻ പറയണത്. ഒരു സിനിമ കഴിയുമ്പോഴും എല്ലാവരും ഒന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഇതേപോലെ എല്ലാവരും കൊണ്ടുവന്ന ലേഡി ക്യാരക്ടേഴ്സ് എല്ലാവരെയും കൊണ്ടുവന്നൊരു പ്രൊമോഷൻ എടുത്താൽ മതി. അല്ല അങ്ങനെ എപ്പോഴും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ ജെൻഡർ ബയസ്ഡും ആവരുത്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ സ്ത്രീക്ക് മാത്രം പരിഗണന അല്ലെങ്കിൽ പുരുഷന് പരിഗണന കുറവ്, അങ്ങനെയല്ല. സ്ത്രീക്ക് ഈ സമൂഹത്തിൽ എന്ത് വിലയുണ്ടോ അതേ വില ഒരു പുരുഷനും ഉണ്ട്, അല്ലേ? അപ്പൊ ഇക്വാലിറ്റി എന്ന് നമ്മളെപ്പോഴും പറയുന്നത് പുരുഷനും ഇക്വാലിറ്റി വേണ്ടേ? അപ്പൊ രണ്ടു കൂട്ടർക്കും ഉണ്ട്. അപ്പൊ തെറ്റ് ചെയ്യാൻ ജെൻഡർ നോക്കേണ്ട ആവശ്യമില്ല. മനുഷ്യ സഹജമാണ് തെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം, അത് ആണാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അവിടെ എപ്പോഴും നമ്മൾ ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും വാദിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ജെൻഡർ കാർഡ് ഇറക്കുക. എനിക്ക് അത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അങ്ങനെ ജയിക്കാൻ തോറ്റു പോകുന്നുള്ളൊരവസ്ഥ വരുന്ന സമയത്ത് ജെൻഡർ കാർഡ് ഇറക്കുക, അല്ലെങ്കിൽ റിലീജിയന്റെ പേര് പറഞ്ഞിട്ട് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കാണാറുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള പല വീഡിയോസ്. ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ കണ്ടിട്ടില്ല കേട്ടോ, എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ സഹപ്രവർത്തകരോ ഒന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അങ്ങനെ കാണാറുണ്ട്. ജയിക്കാൻ വേണ്ടി മതത്തിനെ കൂട്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണോ പുരുഷനാണോ ട്രാൻസ്ജെൻഡർ ആണോ ഇങ്ങനെ ജെൻഡർ വെച്ചിട്ട് കളിക്കുക, ഇങ്ങനെയുള്ള കാർഡ്സൊക്കെ ഇറക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം നമ്മുടെ ഒരു സൊസൈറ്റി എങ്ങോട്ടാണ് പോണത് ഇതൊക്കെ വെച്ച് കളിച്ചിട്ട്? അതല്ലല്ലോ റിയൽ ലൈഫ് എന്ന് പറയുന്നത്. ഇത്രയും ടെക്നോളജിക്കലി ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയത്താണ്, ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എന്നിട്ട് നമ്മൾ ശിലായുഗത്തിലുള്ള ആൾക്കാർ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭയങ്കര വിഷമം തോന്നുന്ന കാര്യമാണ്. അപ്പോൾ തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ സത്യത്തിൻ്റെ കൂടെ മെജോറിറ്റി എപ്പോഴും നിൽക്കുകയുള്ളൂ. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഞാൻ മെമ്പറാണ്. പക്ഷെ ഞാനിപ്പോൾ ഈ കഴിഞ്ഞൊരു വർഷമായിട്ടാണ് ഈ അഡോ കമ്മിറ്റി മെമ്പറായത്. അപ്പോൾ അമ്മയിൽ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളാണ്. ഈ പല കമൻറ്റുകളും, മെജോറിറ്റി കമൻറ്റുകൾ അമ്മ എന്താണെന്ന് പോലും അറിയാതെയാണ് കുറേ തെറിവിളികളും അങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ്. അപ്പോൾ കുറേ കമൻസ് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അമ്മയിൽ നമ്മൾ ഒരുപാട് പേർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട്, അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ പലരും വന്ന് പറയുമായിരിക്കും ഇത് വലിയ കാര്യമായിട്ട് പറയണം. വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഒരുപാട് പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞ ഒരു സംഘടന ഒരുപാട് പേർക്കാണ് പെൻഷൻ പോലെ തന്നെ ഒരു നമ്മൾ പെൻഷൻ എന്ന് പോലും പറയുന്നില്ല, കൈനീട്ടം എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 48 പേർക്കാണ് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ മാസവും അവരുടെ വീട്ടിൽ കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ്, അറിയാമോ? എല്ലാ മാസവും അവർക്ക് ഏതൊക്കെ മെഡിസിൻ. അപ്പോൾ നമ്മൾ മെഡിക്കൽ സ്കീം സഞ്ജീവനി എന്നാണ് അതിൻ്റെ പേര്. അത് വരും വർഷങ്ങളിൽ കൂടിക്കൊണ്ടേയിരിക്കും.
അപ്പം നമ്മൾ ഷോ നടത്തിയിട്ടും അങ്ങനെയുള്ള കിട്ടുന്ന പ്രൊമോഷനിലൂടെയൊക്കെ കിട്ടുന്ന ഈ ഫണ്ട് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ടും നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരിക്കലും അത് നമുക്ക് വേണ്ടിയിട്ടല്ല. വർഷങ്ങൾ കഴിയുന്തോറും ഞാൻ പ്രായമാവും, ടിനിച്ചേട്ടൻ പ്രായമാവും, ഒരുപാട് വർഷം കഴിയുമ്പോൾ നമ്മളൊക്കെ പ്രായമായി, നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ അടുത്ത വർഷം ഇലക്ഷൻ നടക്കാം, അപ്പോൾ അടുത്ത ആളുകൾ വരാം. പക്ഷെ ഇനി വരുന്ന പുതിയ തലമുറയ്ക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ തെറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹം മോശമാണ് അല്ലല്ലോ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാവരും മഹാന്മാരും മഹതികളോ ഒന്നും ആയിരിക്കണം എന്നില്ല. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും മഹാന്മാരും മഹതികളാണോ? അല്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഒരാൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് കരുതിയിട്ട് അവിടെയുള്ള എല്ലാവരും മോശക്കാരാണ് എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഒരു വീട്ടിൽ 5-6 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിലൊരാൾ മോശമായിരിക്കാം എന്നും പറഞ്ഞ് ആ വീട്ടിലെ അമ്മയും അച്ഛനും മക്കളും എല്ലാവരും മോശമാണെന്ന് പറയാൻ പാടുണ്ടോ? അതൊരു ബയസ്ഡാണ്. അങ്ങനെ ചെയ്യുന്നത് എന്ത് മോശമാണ്. അപ്പം അത് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ അമ്മ വളരെ നീറ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പോലീസും പട്ടാളവും കോടതിയൊന്നുമല്ല. നമുക്ക് സാധാരണ നമ്മളെല്ലാവരും ഒരേപോലെ ഈക്വൽ ആയിട്ടുള്ളൊരു ആൾക്കാർ അവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലിമിറ്റേഷനിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ അതിലുപരി ചെയ്യാൻ ഇവിടെ ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്, ഒരു ജുഡീഷ്യറി ഉണ്ട്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ പാടില്ലല്ലോ. ഇപ്പം നീതിന്യായ വ്യവസ്ഥ എന്താണോ തീരുമാനിക്കുന്നത് അതിനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. സുപ്രീം കോടതിക്ക് പരമോന്നത അധികാരമുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ആ സുപ്രീം കോടതി പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇത് പറയുന്നതിന് ചിലപ്പം ഒരുപാട് പേര് വന്ന് കുറ്റം പറഞ്ഞേക്കും. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് ചിന്തിക്കാൻ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും. വെറുതെ ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ല, മനസ്സിലായില്ലോ? വെറുതെ ഒന്നല്ല എത്തിയിരിക്കുന്നത്. നിനക്ക് കിട്ടാനുള്ള വൈറൽ കണ്ടന്റും വയറിറച്ച് കിട്ടി. അല്ല, ഇത് പരമാർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. ഇതിലൊരു ഒളിവോ അല്ലെങ്കിൽ ഒരു മാഫിയ സംഭവം ഒന്നുമല്ല. നമുക്കൊരു വിഷമം തോന്നും. ഇപ്പൊ നമ്മൾ വലിയ ആർട്ടിസ്റ്റ് ആയിട്ടോ ഒന്നുമല്ല. ഇന്നലെ പ്രതികരണത്തിൽ തന്നെ അമ്മ സംഘടന എന്ന് വിളിച്ചാൽ മാത്രമേ ഞാൻ പ്രതികരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതങ്ങനെയല്ലേ. ചിലർക്കത് അമ്മയാണ്. ഞാൻ 7 വർഷം എംഎൽ ഇരിക്കുന്നത്. ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന സാധാരണ ഇതാണ്, മാഫിയൊന്നുമല്ല. അപ്പൊ എനിക്ക് അവിടെ ഒരു സ്ഥാനം തരുന്നുണ്ടെങ്കിൽ ലാലേട്ടൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന, നമ്മൾ വളരെ അകലത്തിൽ കണ്ടിട്ടുള്ള ആളാണ് ലാലേട്ടൻ. നമ്മൾ വളരെ ഇങ്ങേയറ്റത്തുള്ള ഒരാളാണ്. ആ ആളെ പിടിച്ചുപിടിരുത്തണമെങ്കിൽ ഞാൻ അവരൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പോകും. അവർക്ക് അതിനുള്ളൊരു സമ്പന്നനൊന്നുമല്ല ഞാൻ. നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അൻസിബ ഇതിനു മുമ്പ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അൻസിബയുടെ പ്രവർത്തനം കണ്ടിട്ടാണ് പ്രൊമോഷൻ കിട്ടിയത് ഈ കമ്മിറ്റി. ഇലക്ഷന് മത്സരിച്ച് വോട്ട് കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയത്. ഞാൻ ചില കമന്റ് ഒക്കെ കാണാറുണ്ട്, അൻസിബ 2 പടം ചെയ്തതിന്റെ പേരിൽ എങ്ങനെ കമ്മിറ്റി മെമ്പർ ആയിരുന്നു. അവിടെ ഇലക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട് സുഹൃത്തുക്കൾ. അത് അറിയാത്ത ആൾക്കാർ മനസ്സിലാക്കണം. 506 മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടനയാണ്. ഇപ്പൊ എണ്ണം കൂടിയിട്ടുണ്ട് ഞാൻ മത്സരിക്കുന്ന സമയത്ത്. ഇത്രയും പേരിൽ നിന്ന് മെജോറിറ്റി വോട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ആയത്. പിന്നെ പറയും സ്ത്രീ സംവരണമാണ്. സ്ത്രീ സംവരണം ഇല്ലായിരുന്നെങ്കിലും എനിക്ക് വോട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് മെമ്പറായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത്. ഇപ്പോൾ കമ്മിങ് ബാക്ക് ടു സിനിമ, അടുത്ത സിനിമയുടെ ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ട്. അടുത്തത് ടിൻചേട്ടനുണ്ട്. അല്ല, നമ്മളെ ചോദിച്ചാൽ അപ്പൊ കൊടുക്കും. PST എന്ന് പറഞ്ഞിട്ടുള്ള പേരില് ഏത് നടന്റെ ഡേറ്റും ഞാൻ ഒപ്പിച്ചു തരാം. ഏത് നടന്റെ അടുത്തും പോയി സംസാരിക്കും. ഇപ്പൊ പറ്റുന്ന ഇവ പറയുന്നില്ലേ, ചിലർക്കൊന്നും അടുക്കാൻ പറ്റുന്നില്ല. എൻട്രി നമുക്ക് ആക്സസ് ഉണ്ട്, പക്ഷെ കഥ നല്ലാണെങ്കിൽ അല്ലേ. ഒരു ആരാച്ചാരുടെ കഥയാണ്. ആരാച്ചാര. അപ്പൊ അതുമായിട്ട് പ്രീപ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം തെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ് ഡേ ഉടൻ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ സിനിമ വലിയൊരു വിജയമാകട്ടെ. മുന്നോട്ട് ഈ പറഞ്ഞ പോലെ പാഷൻ ഫോളോ ചെയ്ത് സിനിമ എടുക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ടിൻചേട്ടൻ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇനിയും അത്തരം കഥാപാത്രങ്ങൾ തരാൻ സാധിക്കട്ടെ. അൻസിബ, ഓൾ ദി ബെസ്റ്റ് ഫോർ പോലീസ് ഡേ. അതിനെ തുറക്കാട്ടെ. താങ്ക് യു ഫോർ ദ ടൈമിംഗ്.